അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ടു സെലിബ്രേറ്റ് ആഘോഷിക്കാൻ വേണ്ടി ദ റിട്ടേൺ ഓഫ് ദ ചിൽഡ്രൻ, ആ കുട്ടികളുടെ തിരിച്ചുവരവ്, ട്രീ കവേർഡ് ദംസെൽഫ്, ആ ട്രീയൊക്കെ അവർ സ്വയം മൂടി വിത്ത് ബേർഡ്സ് ആൻഡ് ബ്ലോസംസ്, ഈ പൂക്കളം പക്ഷികളും കൊണ്ട്. ദ ജയൻറ്റ് വാസ് ഡിലൈറ്റ് ടു സീ ഹിസ് ഫ്രണ്ട് ബാക്ക്. ആ ജയൻറ്റ് തൻ്റെ ഫ്രണ്ട്സിൻ്റെ തിരിച്ചുവരവ് കാണാൻ വളരെ സന്തുഷ്ടനായിരുന്നു. എസ്പെഷ്യലി പ്രത്യേകിച്ച് ലിറ്റിൽ ബോയ് വൂം ഹി ലവ്ഡ് ഡിയർലി. അവൻ സ്നേഹിച്ച ഒരു കുട്ടിയെ കാണാൻ, ഒരു ചെറിയൊരു കുഞ്ഞിക്കുട്ടി. ദ ലിറ്റിൽ ബോയ് സൂ, പെട്ടെന്ന് തന്നെ ആ ചെറിയ കുട്ടി ഡിസപ്പിയർഡ് ഓൺലി ടു റിട്ടേൺ മച്ച് ലേറ്റർ, വളരെയധികം കാലത്തിന് ശേഷം തിരിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. ഹീ സോ എ മോസ്റ്റ് വണ്ടർഫുൾ സൈറ്റ്. അവൻ നല്ല വലിയ ഒരു ഭംഗിയുള്ള ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു. ത്രൂ എ ലിറ്റിൽ ഹോൾ ഇൻ ദ വാൾ ദ ചിൽഡ്രൻ ഹാഡ് ക്രെപ്റ്റ് ഇൻ. മതിലുള്ള ഒരു ചെറിയ തുളയിലൂടെ ഈ കുട്ടികൾ ഇങ്ങനെ നുഴഞ്ഞു കയറുന്നു. ആൻഡ് ദേ വെയർ സിറ്റിംഗ് ഇൻ ദ ബ്രാഞ്ചസ്. അവരാണ് ഈ ബ്രാഞ്ചസിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നു. ഓഫ് ദ ട്രീയുടെ. ഇൻ എവറി ട്രീ ഹി കുഡ് സീ ദേ വെയർ ലിറ്റിൽ ചൈൽഡ്. അവൻ നോക്കുമ്പോൾ എല്ലാ ട്രീയിലും ഓരോരോ ചെറിയ കുട്ടികളുണ്ട്. ആൻഡ് ദ ട്രീ വെയർ ഗ്ലാഡ്. ആ ട്രീയൊക്കെ സന്തോഷവാന്മാരാണ്. ടു ഹാവ് ചിൽഡ്രൻസ് ബാക്ക് എഗെയിൻ. ആ ചിൽഡ്രൻസ് വീണ്ടും തിരിച്ചു കിട്ടിയതിൽ. ദാറ്റ് എന്തെന്നാൽ ദേ ഹാഡ് കവേർഡ് ദംസെൽഫ് വിത്ത് ബ്ലൂംസ്. അവരാണെങ്കിൽ അവരെ സ്വയം തന്നെ പൂക്കൾ കൊണ്ടിങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വെയർ വേവിങ് ദെയർ ആംസ് ജെന്റ്ലി എബോവ് ദ ചിൽഡ്രൻ. ആ മരങ്ങൾ അവരുടെ കൈകളെ ഇളക്കി. എബോവ് ദ ചിൽഡ്രൻസ് ഹെഡ്, കുട്ടികളുടെ തലക്ക് മുകളിലായിട്ട് ഇങ്ങനെ ഇളക്കി. ദ ബേർഡ്സ് വെയർ ഫ്ലൈയിങ്. പക്ഷികളിങ്ങനെ പറക്കുന്നു. എബോവ് ആൻഡ് ട്വിറ്ററിങ്. എന്നിട്ട് അത് ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദം ഉണ്ടാക്കുന്നു വിത്ത് ഡിലൈറ്റ്, സന്തോഷം കൊണ്ട്. ആൻഡ് ദ ഫ്ലവേഴ്സ് വെയർ ലുക്കിംഗ് അപ്പ്. ആ ഫ്ലവേഴ്സ് നോക്കുന്നു ത്രൂ അപ്പ്, മുകളിലേക്ക്, ത്രൂ ദ ഗ്രീൻ ഗ്രാസിലൂടെ. ആൻഡ് ലോഫിങ്. എന്നിട്ട് അവർ ചിരിക്കുകയും ചെയ്യുന്നു. ഇറ്റ് വാസ് ലവ്ലി സീൻ. അത് വളരെ നല്ല ലവ്ലി ആയിട്ടുള്ള, സന്തോഷമായിട്ടുള്ള, നല്ല പൊളിയായിട്ടുള്ള ഒരു സീനായിരുന്നു അത്. ഒൺലി ഇൻ വൺ കോർണർ. പക്ഷെ ഒരു ഇത് എന്ന് പറയുമ്പം ഒരേ സൈഡ് മാത്രം, ഒരറ്റം മാത്രം. ഇറ്റ് വാസ് സ്റ്റിൽ വിൻ്റർ. അത് എപ്പോഴും ഇങ്ങനെ ശീതകാലമാണ്. ഇറ്റ് വാസ് ദ ഫാർത്തസ്റ്റ് കോർണർ ഓഫ് ദ ഗാർഡൻ. ആ ഗാർഡനിലെ ഏറ്റവും അറ്റത്തുള്ള കൂന ആയിരുന്നു. കോർണർ എന്ന് വെച്ചാൽ കൂന എന്നാണ്. ആൻഡ് ദ സ്റ്റാൻഡിങ് എ ലിറ്റിൽ ബോയ്. അവിടെ ഒരു ചെറിയ കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഹി വാസ് സോ സ്മാൾ. അവൻ ചെറുതായിരുന്നു. ദാറ്റ് ഹി കുഡ് നോട്ട് റീച്ച് അപ്പ്. അവന് കയറാൻ പറ്റിയിരുന്നില്ല ആ മുകളിൽ. ടു ദ ബ്രാഞ്ചസ്, ആ ബ്രാഞ്ചസിൻ്റെ. ഓഫ് ദ ട്രീ, ആ ട്രീയുടെ. ആൻഡ് ഹി വാസ് വാണ്ടറിങ്. അവൻ ആണെങ്കിൽ ഹി വാസ് വാണ്ടറിങ് ഓൾ റൗണ്ട് ഇറ്റ്. ആ കുട്ടി ആ മതിലിന് ചുറ്റും ഓടുകയും ചെയ്തു. ക്രൈയിങ് ബിറ്റർലി. എന്നിട്ട് അവനാണെങ്കിൽ ലോലമായി ഇങ്ങനെ കരയാൻ തുടങ്ങി, ലോലമായിട്ട്. ദ പുവർ ട്രീ വാസ് സ്റ്റിൽ കവേർഡ് വിത്ത് ഫ്രോസ്റ്റ് ആൻഡ് സ്നോ. ആ പാവപ്പെട്ട ആ ട്രീ എന്നുള്ള അത് ഫ്രോസ്റ്റ് കൊണ്ട്, സ്നോ കൊണ്ടും ഒക്കെ മൂടിയിരിക്കുന്നു. ആൻഡ് നോർത്ത് വിൻഡ് വാസ് ബ്ലോവിങ്. അത് എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലോയിങ് എന്ന് വെച്ചാൽ വീശുകയും ചെയ്തു എന്നാണ് അവിടെ ബ്ലോയിങ്. ആൻഡ് റോറിങ്. അത് റോറിങ് എബോവ് ഇറ്റ്. അതിനെ മുകളിൽ അടിച്ച് വീശുകയും ആയിരുന്നു അത്. ക്ലൈംബ് അപ്പ്, കയറൂ, ലിറ്റിൽ ബോയ്, ചെറിയ കുട്ടി. സെഡ് ദ ട്രീ പറഞ്ഞു. ആൻഡ് ഇറ്റ് ബെൻഡ് ഇറ്റ്സ് ബ്രാഞ്ച് ഡൗൺ. അവനാണെങ്കിൽ അവൻ്റെ ബ്രാഞ്ച് ഇങ്ങനെ വളച്ചിട്ടിങ്ങനെ താത്തി കൊടുക്കുകയാണ്. ആസ് സ്ലോ ആസ് ഇറ്റ് കുഡ്. അതിന് കഴിയുന്നത് പോലെ അത് ചെയ്തു. പക്ഷേ ദ ബോയ് വാസ് ടു ടിനി. പക്ഷേ ആ കുട്ടി എന്നുള്ളത് വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് അവന് കയറാൻ സാധിച്ചില്ല, ഈ മരം അത്രയ്ക്കും വളച്ചു കൊടുത്തിട്ടു. ആൻഡ് ദ ജയൻ ഹേർട്ട്. അവൻ്റെ ആ ജയൻറ്റിൻ്റെ ഹൃദയം മെൽറ്റഡ്, അത് ഉരുകി. ആസ് ഹി ലുക്ക്ഡ് ഔട്ട്. എന്നിട്ട് അവൻ പുറത്തേക്ക് നോക്കി. ഹൗ സെൽഫിഷ് ഐ ഹാവ് ബീൻ.
ഞാൻ എത്രമാത്രം സ്വാർത്ഥനാണ്. ഹി സെഡ്, അവൻ പറഞ്ഞു. നൗ ഐ നോ വൈ ദ സ്പ്രിങ് വുഡ് നോട്ട് കം ഹിയർ. എനിക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വസന്ത് ഇങ്ങോട്ട് വരാത്തതെന്ന്. ഐ വിൽ പുട്ട് ദാറ്റ്. ഞാൻ ആ കുട്ടിയെ എടുത്ത് ഇരുത്താം. പുവർ ലിറ്റിൽ ബോയ്, ആ പാവം കുട്ടിയെ, ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രീ, ആ ട്രീയുടെ ടോപ്പിലായിട്ട്. ആൻഡ് ദെൻ ഐ വിൽ നോക്ക് ഡൗൺ ദ വാൾ. എന്നിട്ട് ഞാൻ ആ മതിലിനെ ഇടിച്ച് താഴ്ത്തിയിടാം, പൊളിച്ച് കളയാം എന്നാണ് അവിടെ പറയുന്നത്. ആൻഡ് മൈ ഗാർഡൻ, എൻ്റെ ഗാർഡൻ ഷാൽ ബി ചിൽഡ്രൻ പ്ലേ ഗ്രൗണ്ട്. അത് ഈ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് ആക്കാം. ഫോർ എവർ ആൻഡ് എവർ, എല്ലായ്പ്പോഴും. ഹി വാസ് റിയലി വെരി സോറി ഫോർ വാട്ട് ഹി ഹാഡ് ഡൺ. അവൻ ചെയ്ത കാര്യത്തിൽ അവൻ ദുഃഖിക്കുന്നവനായിരുന്നു. അവൻ ആ ചെയ്ത കാര്യത്തിൽ കുട്ടികളെ കയറ്റാത്ത വാളുണ്ടാക്കിയ കാര്യത്തിൽ. സോ ഹി ക്രെപ്റ്റ് ഡൗൺ സ്റ്റെയർ ആൻഡ് ഓപ്പൺ ദ ഫ്രണ്ട് ഡോർ ക്വയറ്റ് സോഫ്റ്റ്ലി. അവൻ താഴത്തെ നിലയിൽ വന്നു. ആൻഡ് ഓപ്പൺ, എന്നിട്ട് തുറന്നു. ദ ഫ്രണ്ട് ഡോർ ക്വയറ്റ് സോഫ്റ്റ്ലി, ശാന്തതയുടെ മൃദുലമായി അവൻ തുറന്നു. ആൻഡ് വെൻറ്റ് ഔട്ട് ഇൻ ടു ദ ഗാർഡൻ. എന്നിട്ട് അവൻ ഗാർഡനിലേക്ക് പോയി. പക്ഷേ വെൻ ദ ചിൽഡ്രൻ കണ്ടതും അവനെ, ദേ വെയർ സോ ഫ്രൈറ്റഡ്. അവർ വളരെയധികം പേടിച്ചിരുന്നു. ദാറ്റ് എന്തെന്നാൽ ദേ ആൾ റാൻ അവേ. എന്നിട്ട് അവർ ദൂരേക്ക് പോയി. ആൻഡ് ദ ഗാർഡൻ ബിക്കെയിം വിൻ്റർ അഗെയിൻ. വീണ്ടും ആ ഗാർഡനിലേക്ക് വിൻ്റർ വന്നു, ശീതകാലം വന്നു. ഓൺലി ദ ലിറ്റിൽ ബോയ് ഡിഡ് നോട്ട് റൺ. പക്ഷെ ഒരു ചെറിയ കുട്ടി മാത്രം പോയില്ല. ഫോർ ഹിസ് ഐ വെയർ സോ ഫുൾ ഓഫ് ടീയേഴ്സ്. അവൻ്റെ കണ്ണ് ഫുള്ള് ഈ കണ്ണുനീര് കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. ദാറ്റ് ഹി ഡിഡ് നോട്ട് സീ ദ ജയൻറ്റ് കമ്മിങ്. പക്ഷെ അതുകൊണ്ട് അവന് ഈ ജയൻറ്റ് വരുന്നത് കാണാൻ പറ്റിയില്ല. ആൻഡ് ദ ജയൻറ്റ് സ്റ്റോൾ അപ്പ് ബിഹൈൻഡ് ഹിം ആൻഡ് ടോക്ക് ഹിം ജെന്റ്ലി ഇൻ ഹിസ് ഹാൻഡ്. ആൻഡ് ആ ജയൻറ്റ് സ്റ്റോൾ അപ്പ് ബിഹൈൻഡ് ഹിം. ആ ജയൻറ്റ് അവൻ്റെ പുറകിൽ നടന്നെത്തി. ആൻഡ് ടുക്ക് ഹിം, എന്നിട്ട് അവനെ എടുത്തു. ജെന്റ്ലി, എന്നിട്ട് അവനെ എടുത്ത് അവൻ്റെ കൈ, ജെന്റ്ലി ഇൻ ഹിസ് ഹാൻഡ്, എന്നിട്ട് അവനെ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ ഇങ്ങനെ എടുത്തു. അവൻ്റെ കയ്യിൽ ആ ചെറിയ കുട്ടി ഇങ്ങനെ എടുത്തു. ആൻഡ് പുട്ട് ഹിം ഇൻ ടു ദ ട്രീ. എന്നിട്ട് അവനെ ആ മരത്തിലേക്ക് വെക്കുകയുണ്ടായി, ഇങ്ങനെ ഇരുത്തുണ്ടായി, അങ്ങനെ വെച്ചു. ആൻഡ് ദ ട്രീ ബ്രോക്ക് അറ്റ് വൺ ഇൻറ്റു ബ്ലൂംസ്. അന്നേരം ആ മരത്തിലെ പൂക്കൾ ഉണ്ടാവാനും തുടങ്ങി. ആൻഡ് ദ ബേർഡ്സ് കെയിം സാങ് ഓൺ ഇറ്റ്. എന്നിട്ട് ആ കുറേ ബേർഡ്സുകൾ വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടാൻ തുടങ്ങി. ആ കുട്ടിയെ അവിടെ ഇങ്ങനെ വെച്ചിരുത്തിയപ്പോഴത്തേക്കും. ആൻഡ് ദ ലിറ്റിൽ ബോയ് സ്ട്രെച്ച്ഡ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ കുട്ടി അവൻ്റെ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി. സ്ട്രെച്ച്ഡ് ഔട്ട്. എ ലിറ്റിൽ ബോയ് സ്ട്രെച്ച്ഡ് ഔട്ട്. ആ ചെറിയ കുട്ടി അവൻ്റെ കൈകളെ ഇങ്ങനെ നീട്ടി. 2 arms, അവൻ്റെ 2 കൈകളെ. ആൻഡ് ഫ്ലഗ് ദ റൗണ്ട് ദ ജെയിൻറ്റ്. എന്നിട്ട് ജെയിൻറ്റിൻ്റെ കഴുത്തിന് ചുറ്റും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അവൻ്റെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് അവൻ ജെയിൻറ്റിൻ്റെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ആൻഡ് കിസ്ഡ്. എന്നിട്ട് അവനെ ഉമ്മ വെക്കുകയും ചെയ്തു, ചുംബിച്ചു. എന്ന് വെച്ചാൽ ആ ലിറ്റിൽ ബോയ് അവൻ്റെ കൈ നീട്ടിയിട്ട് ജയൻറ്റിൻ്റെ കഴുത്തിന് ചുറ്റും കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് കെട്ടിപ്പിടിച്ചതിന് ശേഷം അവനൊരു ഉമ്മ കൊടുക്കുകയും ചെയ്തു. ആൻഡ് ദ അതർ ചിൽഡ്രൻ, പിന്നെ മറ്റ് ചിൽഡ്രൻസ് ഉണ്ടായിരുന്നു, ഓടിപ്പോയ ആ കുട്ടികൾ. വെൻ ദേ സേ, അവരത് കണ്ടപ്പോൾ, ദാറ്റ് ദ ജെയിൻറ്റ് വാസ് നോട്ട് വിക്കഡ്. പക്ഷെ അവരത് കണ്ടപ്പോൾ തന്നെ ആ ജെയിൻറ്റ് അത്ര ക്രൂരനല്ലായിരുന്നു. എനി ലോങ്, പണ്ടത്തെ